ഓച്ചിറ പായ്ക്കുഴിയിൽ ആത്മാഭിമാന സംഗമം നടത്തി. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ഓച്ചിറ പടിഞ്ഞാറ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല, അഭിമാനമാണ് എന്ന സന്ദേശം ഉയർത്തിയായിരുന്നു പരിപാടി. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ഓച്ചിറ പടിഞ്ഞാറ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചത്. ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല, അഭിമാനമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു സംഗമം. പായ്ക്കുഴിയിൽ നടന്ന സംഗമം KSKTU ജില്ലാ ജോയിന്റ് സെക്രട്ടറി PB സത്യദേവൻ ഉദ്ഘാടനം ചെയ്തു. അവകാശം ചോദിക്കാൻ നമുക്ക് മടിയായിരുന്നു. അവകാശം ചോദിച്ചു വാങ്ങിക്കേണ്ടതാണെന്ന് പഠിപ്പിച്ചവർ ആണ് നമ്മുടെ പിന്തുടർന്നത്. അങ്ങനെയാണ് നമുക്ക് ഇന്നുള്ള സൗഭാഗ്യങ്ങളെല്ലാം നേടിയെടുത്തത്. കയറിക്കിടക്കാൻ ഒരു തൊട്ട് ഭൂമിയില്ലായിരുന്ന ഒരു നാട്ടിൽ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് കയറിക്കിടക്കാനുള്ള ഇടം ഉണ്ടാക്കി കൊടുത്ത അത് 57 മുതൽ കേരളത്തിൽ അധികാരത്തിൽ വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 57 മുതൽ 2025 ഈ ദിവസം വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിന്ത എപ്പോഴും അവർ പാവപ്പെട്ട ജനവിഭാഗത്തോടായിരുന്നു. ആ പാവപ്പെട്ട ജനവിഭാഗമാണ് ഇരിക്കുന്നത്. അതിസമ്പന്നന് അവന് വീടിൻ്റെ ആവശ്യമില്ല, അവന് ക്ഷേമ പെൻഷൻ്റെ ആവശ്യമില്ല. ഇപ്പം സമ്പന്നന്മാരിൽ ചിലരെങ്കിലും ഈ ദുർബല ജനവിഭാഗങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷനും അവർക്ക് ഈ നാട് സമ്മാനിച്ച ഭൂമിയും കയറിക്കിടക്കാനുള്ള വീടും എല്ലാം അവർക്കൂടെ കിട്ടണമെന്നുള്ള ആഗ്രഹം തുടങ്ങി. ജില്ലാ കമ്മിറ്റി അംഗം P. ബിന്ദു അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി അർമുഖൻ സ്വാഗതം പറഞ്ഞു. KSKTU ഏരിയ പ്രസിഡന്റ് K. സുഭാഷ്, അഡ്വക്കേറ്റ് N. അനിൽകുമാർ, അഡ്വക്കേറ്റ് G. സുഹോത്രൻ, സരസ്വതി പാട്ടത്തിൽ, L. സുകുമാരി, അനിത എന്നിവർ പങ്കെടുത്തു. ആ ദിവസങ്ങളിലെ പത്രങ്ങളിലും ടിവിയിലും സോഷ്യൽ മീഡിയയിലും എല്ലാം നാം മുഴങ്ങിയ ചില ശബ്ദങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞു. നമ്മുടെ ഉദ്ഘാടകൻ ഇവിടെ സൂചിപ്പിച്ചു, കർഷക തൊഴിലാളി യൂണിയൻ ഇന്ന് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നമുക്ക് നൽകുന്ന പെൻഷൻ കൈക്കൂലിയല്ല, അത് ഓരോ കർഷക തൊഴിലാളിയുടെയും അഭിമാനമാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കാനാണ്. പക്ഷെ രാജവാഴ്ചയുടെ കാലത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നമ്മുടെ കേരളത്തിൽ അതൊക്കെ എന്തിനാണ് നമ്മൾ ഓർക്കുന്നതെന്ന് തോന്നിയാൽ എങ്ങനെയാണ് നമ്മൾ ഇതുവരെ എത്തിയതെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.